ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചുരിദാർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കേട്ടോ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതെല്ലാവരും പോയി കാണണം. അതിനുശേഷം സ്ലിറ്റ് ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ തുണിയാണ് ഇവിടെ വെക്കുന്നത് കേട്ടോ. തുണിയുടെ നല്ല പുറമാണ് നമ്മളിവിടെ വെക്കുന്നത്. അതിന് ശേഷം നമ്മൾ ലൈനിങ് നമുക്ക് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലൈനിങ് നമ്മൾ കഴുത്ത് വെട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ കഴുത്ത് വെട്ടിയിട്ട് ഞാൻ ലൈനിങ് എങ്ങനെ വെട്ടേണ്ടതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു. ഇനി കഴുത്ത് വെട്ടാത്തത് എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം. കാരണം ഇതൊരു സോഫ്റ്റ് തുണിയാണ്. നമുക്ക് ഈ മെഷീനിലൊക്കെ ഇങ്ങനെ നൂലൊക്കെ പെടാനായിട്ട് ഭയങ്കര പണിയുള്ളൊരു തുണിയാണ്. അപ്പോൾ ഇതിന് നമ്മൾ ലൈനിങ്ങും കൂടെ വെട്ടിയതിന് ശേഷം അടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ അത് കാരണം എന്താ, ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള ഷേപ്പൊക്കെ വെട്ടാം, നമുക്ക് കഴുത്ത് മാത്രം വെട്ടാണ്ടിരിക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിത് വെട്ടിക്കളയാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ലൈനിങ് ഇടുക. അതിന് ശേഷം നമ്മുടെ തുണി ഇതുപോലെ വെക്കാം കേട്ടോ. തുണിയുടെ പൊട്ടപ്പുറമാണ് നമ്മളിവിടെ വെക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ മറച്ചിട്ടടിക്കുമ്പോൾ നമ്മുടെ നല്ല പുറമാവും. അപ്പോൾ ഇത് പൊട്ടപ്പുറമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം വെക്കാനായിട്ട്. ഇനി നമ്മുടെ കഴുത്തിൻ്റെ ഷേപ്പിന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു പൊട്ടത്തുണിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം. ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതുപോലെ പഠിക്കുക. അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പ് വരയ്ക്കുക. അതിന് ശേഷം അതിൽ കൂടെയും സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻ മാത്രം പഠിച്ചാൽ പോരാ. നമുക്കിതുപോലെ ചുരിദാറൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുത്തും ഇതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അടിക്കണമെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പ് നമുക്ക് അടിക്കാനറിയണം. അതുകൊണ്ട് തന്നെ റൗണ്ട് വരയ്ക്കുക. അതിനുശേഷം അതിന്മേൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. ഇനി നമുക്കിതാ ഇതുപോലെ ഒരൊറ്റയടിക്ക് നമ്മൾ അടിക്കാൻ നിൽക്കരുത്. നമ്മളിതുപോലെ കുറച്ച് സ്റ്റിച്ച് ചെയ്യുക. ആ ഒരു റൗണ്ടിൻ്റെ ആ ഒരു ഭാഗം എത്തുമ്പോൾ നമ്മൾ വീണ്ടും സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു വളവൊക്കെ ഒന്ന് തിരിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ വെക്കുമ്പോൾ നമ്മൾ തുണിയൊക്കെ കൃത്യമായിട്ട് തന്നെ വെക്കണം. കൈക്കുഴിയുടെ ഭാഗത്തൊക്കെ നോക്കണം. അതുപോലെ തന്നെ കഴുത്ത് ഷോൾഡർ നോക്കണം. ഇതൊക്കെ നോക്കിയതിന് ശേഷം വേണം നമ്മൾ തുണിയൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വളഞ്ഞൊന്നും പോകരുത് തുണി. അപ്പോൾ നമ്മൾ സേഫ്റ്റി പിൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സൈഡിൽ കുത്തി വെച്ചതിന് ശേഷം അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ തുണി ഇരിക്കും. അപ്പോൾ ഇത് റൗണ്ട് എത്തുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ ഫിനിഷ് ചെയ്ത് നമ്മൾ കഴുത്ത് അടിക്കുക. കഴുത്തടിച്ചതിന് ശേഷം എന്താ നമ്മൾ ഇനി തുണിയാണ് വെട്ടിക്കളയുന്നത് കേട്ടോ. നമ്മൾ ആ റൗണ്ട് ഷേപ്പ് വെച്ച് തന്നെ മുകളിലുള്ള ഭാഗവും അതുപോലെ തന്നെ വേസ്റ്റ് ആയിട്ടുള്ള പുറത്തോട്ട് നിൽക്കുന്ന എല്ലാ ഭാഗങ്ങളും നമ്മളിതുപോലെ വെട്ടി മാറ്റും. അപ്പോൾ ഇത് വെട്ടിക്കളഞ്ഞതിന് ശേഷം വേണം ഇനി ബാക്കി അടിക്കാനായിട്ട്. ഇനി നമ്മളിത് മറിച്ചിടും. അതിന് ശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതുമ്മ കൂടെ ജസ്റ്റ് ഒന്നും കൂടെ അടിച്ചു കൊടുക്കും. അപ്പോൾ അത് ആ തുണിയൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഇതിൻ്റെ ഉൾവശം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തല്ലോ ആ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ വെട്ടുകൾ ഇട്ട് കൊടുക്കണം. അതായത് നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ വളച്ചടിക്കുമ്പോൾ കൃത്യമായിട്ട് അത് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്നിങ്ങനെ ജസ്റ്റ് ഒരു ചെറിയ ചെറിയ വെട്ടുകൾ ഇട്ടാൽ, മൊത്തം വെട്ടാനല്ല, ചെറിയ ചെറിയ വെട്ടുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം എന്താ ഇത് മറക്കാം കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന ഭാഗമാണ് നമ്മുടെ നല്ല പുറം കേട്ടോ, നമ്മുടെ തുണിയുടെ നല്ല ഭാഗം. ഇനി നമ്മളിപ്പോൾ വെച്ചടിച്ചിട്ടുള്ള ലൈനിങ്ങിൻ്റെ മേലെ കൂടെ കറക്റ്റ് ആ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് കൂടെ തന്നെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളിത് മറച്ചിടുമ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് റൗണ്ട് ഷേപ്പിൽ തന്നെ കറക്റ്റ് അടിച്ചു പോകാട്ടോ. നമ്മുടെ കഴുത്താണിത്. അപ്പം നമ്മുടെ റൗണ്ട് ഷേപ്പ് വരുമ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വളച്ചൊക്കെ കൊടുത്ത് അതിന് ശേഷം ഫിനിഷ് ചെയ്ത് അടിച്ചെടുക്കാം നമുക്കത്. അപ്പം നമ്മൾ ആദ്യം തന്നെ നല്ല റേറ്റ് കൂടുതലിൻ്റെ തുണി കൊടുത്ത് നമ്മൾ ആദ്യം തന്നെ തയ്ച്ച് പഠിക്കരുത്. നമ്മൾ നല്ല വിലക്കുറവിൻ്റെ തുണികളൊക്കെ എടുത്ത് അല്ലെങ്കിൽ വീട്ടിലുള്ള തുണികളൊക്കെ എടുത്ത് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. നല്ല ടോപ്പുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കയറി സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടി അല്ലെങ്കിൽ സാരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇത് റൗണ്ട് ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ വീണ്ടും ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതുപോലെ തന്നെ ഇപ്പോൾ കാണുന്നതാണ് നമ്മുടെ നല്ല ഭാഗം കേട്ടോ. നല്ല പുറമാണ്, തുണിയുടെ നല്ല പുറമാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ലൈനിങ് പൊന്തി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ റൗണ്ട് ഭാഗമൊക്കെ വരുമ്പോൾ കറക്റ്റ് തന്നെ നമ്മൾ വളച്ച് കൊടുത്ത് ഇങ്ങനെ നിർത്തി വേണം അടിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ സൈഡിൽ കൂടെ നല്ല പോലെ നമുക്ക് അടിച്ച് ഈ കഴുത്തൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. നമ്മുടെ കഴുത്ത് ഇതുപോലെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ ചെയ്ത കാര്യം തന്നെ ഇത് ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇനി നമ്മൾ ടോപ്പിൻ്റെ ബാക്ക് ഭാഗം ഇതുപോലെ തന്നെ ലൈനിങ് വെക്കുക, അടിക്കുക, പിന്നെ മറച്ചിടുക. നമ്മൾ ഈ ചെയ്ത പ്രോസസ്സ് തന്നെ വീണ്ടും ബാക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അത് സെയിം ആരനാണ് ഞാൻ കാണിച്ചു തരാത്തത്.
ഇനി അതിന് ശേഷം 2 ഭാഗവും നമ്മൾ കഴുത്തൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ ഷോൾഡറാണ് ആദ്യം തന്നെ കൂട്ടേണ്ടത്. അപ്പോൾ ദേ ഇതുപോലെ നല്ലപുറം രണ്ടും ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കി വെക്കുക. അതിന് ശേഷം നമുക്കിതാ ഇതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഷോൾഡർ നമ്മൾ 2-3 പ്രാവശ്യമെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. കാരണം അതൊന്നും വിട്ട് പോരരുത്. നമ്മളതുപോലെ തന്നെ ഷേപ്പ് അടിക്കുമ്പോഴായാലും 2 ഷേപ്പെങ്കിലും അടിക്കണം. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് ഇതുപോലെ 2 പ്രാവശ്യമെങ്കിലും ആ സെയിം സ്ഥലത്ത് വെച്ച് തന്നെ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഇതുപോലെ കറക്റ്റ് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഒരു ഭാഗം കയറി ഇറങ്ങി നിൽക്കരുത്. നമ്മൾ വെക്കുമ്പോൾ തുണി എപ്പോഴും ഫിനിഷായിട്ട് വെക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ളത് വെച്ചാൽ കൈയാണ്. കൈ നമ്മൾ ഇന്നലെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 3/4 കൈയാണ് നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിൽ വെച്ച് ഫിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആദ്യം തന്നെ ഷോൾഡറാണ് അടിക്കേണ്ടത്. ഷോൾഡർ അടിച്ചതിന് ശേഷം കൈ നമ്മൾ കൈക്കുഴിയുടെ ആ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ കൈ തുന്നിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് മറച്ചിടുക. അതായത് പോലെ നല്ല പുറം ഇതുപോലെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഷോൾഡർ അടിച്ചിട്ടുള്ള ഒരു രൂപമാണ് നമ്മൾ ഈ കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി കൈക്കുഴിയുടെ ഭാഗത്ത് നമുക്ക് കൈ വെക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ തുണി ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇട്ടിട്ട് നമ്മളിനി കൈ ജസ്റ്റ് നല്ല പുറത്ത് വെച്ചിട്ടാണ് അടിക്കേണ്ടത്. എങ്ങനെ വെക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കൈ വെക്കുന്നതിന് മുമ്പ് നമ്മുടെ ലൈനിങ്ങും അതുപോലെ തന്നെ ഷോൾഡറൊക്കെ കറക്റ്റ് തന്നെ അല്ലേന്ന് നമ്മൾ നോക്കണം. പിന്നെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കയറി ഇറങ്ങി നിൽക്കരുത്. നമ്മൾ ഫിനിഷിങ്ങിൽ വെച്ചതിന് ശേഷം വേണം നമ്മൾ കൈ വെക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കൈ ഫിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. കൈയുടെ സെൻറ്റർ ഭാഗം കറക്റ്റ് എവിടെയാണോ സെൻറ്റർ വരുന്നത്, നമ്മൾ ഷോൾഡർ അടിച്ചില്ലേ ആ സെൻറ്റർ ഭാഗത്ത് നമ്മൾ കൈ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗമാണ് കേട്ടോ. ഉള്ളിലാണ് നല്ല ഭാഗം വരുന്നത് കൈയുടെ. അതിന് ശേഷം സെൻറ്ററിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. അല്ലാണ്ട് ആ അറ്റത്തു നിന്നല്ല, സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അതിന് ശേഷമാണ് ബാക്കി അടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇതുപോലെ ചെറിയ ചെറിയ ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കൈക്കുഴി വരെ എത്തണം. സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം ഇതുപോലെ മറച്ചിട്ടിട്ട് ആ സൈഡും കൂടെ നമ്മളിതുപോലെ ഫിനിഷ് ചെയ്ത് അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കൈ ഏകദേശം ഇതുപോലെ തന്നെ നമ്മുടെ 2 കൈയും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. 2 കൈയും ഇതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഈ കൈ ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇനി നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഷേപ്പ് അടിക്കാനൊക്കെ പറ്റുക. നമ്മൾ ഈ കൈ ആദ്യം തന്നെ അതിൽ ജോയിൻ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ഭാഗത്തുള്ള കൈയും ഇതുപോലെ തന്നെ അടിക്കുക. കൈ അടിക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് കൊണ്ടാണ് ആദ്യമായിട്ട് അടിക്കുന്നവർക്ക് ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അടിക്കുന്നതെന്നൊക്കെ അപ്പോൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്നും കൂടെ കാണിച്ച് തരാം കേട്ടോ. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നമ്മുടെ കൈക്കുഴിയുടെ ആ ഭാഗത്തെ തുണികളൊക്കെ നല്ലപോലെ ഫിനിഷ് ചെയ്തിട്ടതിന് ശേഷം വേണം നമ്മൾ കൈ ഫിറ്റ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ കൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കൈയിൻ്റെ ഏകദേശം രൂപം. അപ്പോൾ നമ്മളുടെ കൈയാണ് ഈ ഭാഗം കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ഫിറ്റ് ചെയ്തത്. അപ്പോൾ നല്ല ഭാഗം ഇത് കണ്ടോ നമ്മുടെ കൈ. അപ്പോൾ ഇതാണ് നമ്മുടെ കൈ, ഇങ്ങനെയാണ് കേട്ടോ ഫിറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് ഷേപ്പ് അടിക്കണം, പിന്നെ സ്ലിറ്റ് അടിക്കണം. കൈ അടിച്ച് കഴിഞ്ഞാൽ അടുത്തത് ഇനി നമ്മൾ ഷേപ്പാണ് കേട്ടോ അടിക്കേണ്ടത്. അതുപോലെ തന്നെ കൈയിൻ്റെ സൈഡ് മടക്കി അടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ കൈ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി അടിക്കാം കേട്ടോ. നമ്മൾ നല്ല പുറത്തോട്ടല്ല അടിക്കേണ്ടത്, പൊട്ടപ്പുറത്തോട്ടാണ് മടക്കി അടിക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പകുതിയോളം പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഷേപ്പും അതുപോലെ തന്നെ സ്ലിറ്റും മാത്രമേ നമുക്ക് അടിക്കാനുള്ളൂ. അപ്പോൾ കൈ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ കൈ ഇതുപോലെ തന്നെ അടിക്കാം കേട്ടോ. ഞാൻ ഒരു സൈഡ് എപ്പോഴും അടിക്കുന്നത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ സെയിം ആയിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് അടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പാണ് അടിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കൈ രണ്ടും ഇതുപോലെ കൂട്ടി വെക്കുക. അതിന് ശേഷം നമ്മൾ നമ്മുടെ ഒരു ഏകദേശം ഒരു ഷേപ്പ് ഒന്ന് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് ചെയ്താൽ മതി. നമ്മുടെ കയ്യിലുള്ളൊരു ടോപ്പ് വെച്ച് നമ്മുടെ ഏകദേശം അളവ് ഇതുപോലെ അടയാളപ്പെടുത്താം. അതിനുശേഷം ഇട്ട് നോക്കിയിട്ട് ലൂസ് ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഷേപ്പ് അടിക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നോക്കണം 2 സൈഡും ഒരേപോലെ അല്ലേ വെച്ചിട്ടുള്ളതെന്ന് നോക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ ഷേപ്പ് അടിക്കാനായിട്ട്. തുണികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ തുണി ഉള്ളിലിങ്ങനെ പൊന്തിയൊക്കെ നിൽക്കും. അപ്പോൾ നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്ത് ഉള്ളിൽ തുണികളൊന്നും ഇങ്ങനെ നിൽക്കുന്നില്ല എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അടിക്കാനായിട്ട്. അതുപോലെ 2 സൈഡും ഒരേപോലെ നിർത്തിയതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ 2 സൈഡും ഫിനിഷ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റാണ് അടിക്കേണ്ടത്. ഏറ്റവും താഴത്തെ വശം എന്താ അടിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തേര് വശമാണ്, അതായത് നൂല് പോരില്ല.
അതുപോലത്തെ സൈഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിയൊന്നും അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതേ സ്ലിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെ ലൈനിങ് ഒന്ന് മടക്കി അതുപോലെ തന്നെ ഇതും നല്ല ഫിനിഷ് ചെയ്ത് മടക്കിയതിന് ശേഷം ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കും. നമ്മൾ താഴേന്ന് മേലോട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇതുപോലെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് വേണ്ട സ്ലിറ്റിൻ്റെ അളവ് നമ്മൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ അടയാളപ്പെടുത്താം കേട്ടോ. അതിന് ശേഷം എന്താ അതുവരെ ഇതുപോലെ മടക്കിയതിന് ശേഷം അടിച്ചെടുക്കാം. അങ്ങനെ ആ സെൻറ്റർ ഭാഗം എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഷിമ്മി അടിച്ചതിൻ്റെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ചെറിയ സ്ലിറ്റ് ഇടുമ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇതുപോലെ അടിച്ച് വന്നിട്ട് ഇതാ ഇതുപോലെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അത് നിങ്ങൾ നോക്കി ഇതാ ഇതുപോലെ സ്ലിറ്റ് അടിക്കാം കേട്ടോ. അങ്ങനെ ഇവിടം വരെ നിർത്തിയതിന് ശേഷം എന്താ ഇതിങ്ങനെ പൊക്കിയിട്ട് ഇങ്ങോട്ട് കുറച്ച് നേരം കടത്തിയിട്ട് ഇങ്ങനെ അടിക്കുക. അതിനുശേഷം വീണ്ടും താഴോട്ട് തന്നെ അപ്പുറത്തെ സൈഡ് ഇതുപോലെ മടക്കി അടിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്ലിറ്റ് ടോപ്പ് അടിക്കാനുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് അടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡും ടോപ്പിൻ്റെ ഇതുപോലെ തന്നെ സ്ലിറ്റ് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചുരിദാർ ഇത് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പുറത്ത് പോയി പഠിച്ച് ടൈലറിങ് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ വീട്ടിൽ ടൈലറൊക്കെ ചെയ്ത് ടൈലറിങ് ഒക്കെ പഠിക്കാം നമുക്ക്. ആദ്യം നമ്മൾ പൊട്ട തുണിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതേ സ്ലിറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് തുന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടോപ്പും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിട്ടിട്ട് എൻ്റെ ഫൈനൽ ലുക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കും വീട്ടിൽ ഇതേപോലെ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട തുണിയൊക്കെ എടുത്ത് ഇതുപോലെ തയ്ച്ചിടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ്.